ഒരിക്കൽ വന്യജീവികൾ ചേർന്ന് ഒരു സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥികളായി പക്ഷി, മത്സ്യം, അണ്ണാൻ, നായ, മുയൽ, മറവിരോഗമുള്ള അരണ എന്നിവരാണുള്ളത്. സമ്പൂർണ്ണ ശിക്ഷണമാണ് കേട്ടോ പാഠ്യപദ്ധതി. പറക്കലുണ്ട്, നീന്തലുണ്ട്, മരം കയറലുണ്ട്, മാളങ്ങൾ ഉണ്ടാക്കാൻ എന്നിവയെല്ലാം സിലബസിലുണ്ട്. എല്ലാ വിഷയങ്ങളിലും എല്ലാവരും പരിശീലനം നേടണമെന്നത് നിർബന്ധമാണ്. പറക്കുന്നതിൽ മിടുക്ക് കാണിച്ചിരുന്ന പക്ഷിക്ക് ആ വിഷയത്തിൽ എപ്പോഴും ഉയർന്ന മാർക്ക് കിട്ടും. എന്നാൽ മാളം നിർമ്മാണം പരിശീലിക്കുമ്പോൾ പക്ഷിയുടെ കൊക്കു പൊട്ടുകയും തൂവൽ കുഴിയുകയും ചെയ്തു. മരം കയറ്റത്തിലും നീന്തലിലും പരാജയം തന്നെയായിരുന്നു ഫലം. ഇതുണ്ടാക്കിയ നിരാശ ക്രമേണ പക്ഷിയുടെ പറക്കാനുള്ള മികവിനെയും ബാധിച്ചു. അണ്ണാനാണെങ്കിൽ മരം കയറ്റത്തിൽ മുന്നേറിയപ്പോൾ നീന്തലിൽ തോറ്റുകൊണ്ടിരുന്നു. മത്സ്യം നീന്തലിൽ ഉന്നത നിലവാരം പുലർത്തി. പക്ഷേ വെള്ളത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ട് മറ്റെല്ലാ വിഷയത്തിലും തോറ്റു. കുരയ്ക്കുക എന്ന വിഷയം കൂടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നായ ഫീസ് അടയ്ക്കാതെ ക്ലാസുകൾ ബഹിഷ്കരിച്ചു. മുയൽ മാളങ്ങൾ ഉണ്ടാക്കുന്നതിൽ മികവ് പുലർത്തിയെങ്കിൽ മരം കയറ്റത്തിൽ പരാജയപ്പെട്ടു. മാത്രവുമല്ല, മരം കയറുന്നതിനിടയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റതിനാൽ മാളമുണ്ടാക്കലിലും അവന്റെ പ്രകടനം മോശം. എല്ലാ വിഷയങ്ങളിലും ശരാശരി പ്രകടനം കാഴ്ചവെച്ച അരണ അങ്ങനെ ക്ലാസ്സിലെ ഒന്നാമത്. ഈ കഥയുടെ ഗുണപാഠം എന്താണ്? എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയണമെന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ കഴിവുകളും പരിമിതികളുമുണ്ട്. ജയിക്കാൻ തീരുമാനിച്ചാൽ ആ പരിമിതി പോലും മാറി നിൽക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.